ഇതിൽ അവസാനം ഈ ഫണ്ട് തടഞ്ഞു വെച്ച ഫണ്ട് കിട്ടാൻ വേണ്ടി ഇത് പാതിരാക്ക് പോയി ഒപ്പുവെക്കാൻ ഉത്തരവിട്ടത് ഈ പാവം ശിവൻകുട്ടിയാണ് എന്നൊരു ധാരണയിൽ ആളുകൾ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് നേരെയായി എല്ലാവരും കൂടി, പ്രത്യേകിച്ച് CPI പോലുള്ള പാർട്ടികളൊക്കെ. പിണറായി വിജയൻ തക്ക സമയത്ത് കൈയൊഴിയുകയും ചെയ്തു. ആഹാ, ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നാ പിന്നെ അവനെ വിട്ടേക്കണ്ട, ഉടനെ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ പിണറായി വിജയനാണ് കാലു മാറിയത്. ശിവൻകുട്ടി പിണറായി വിജയൻ പറഞ്ഞിട്ട് പോയതായിരിക്കും, അല്ലാതെ അങ്ങനെ പോവാ. അപ്പൊ ഇതിൽ സത്യത്തിൽ ഇപ്പൊ എന്തായി എന്ന് വെച്ചാൽ കാര്യം ക്ലിയറായി. കള്ളക്കളി കളിക്കുന്ന ആരൊക്കെ എന്നുള്ള ഏതാണ്ട് ബോധ്യമായി. പിണറായി വിജയൻ നേരിട്ട് ജോൺ ബ്രിട്ടാസിനെ ഏൽപ്പിച്ച്, ജോൺ ബ്രിട്ടാസ് കേന്ദ്രവുമായി ധാരണയിൽ എത്തിയതിന് ശേഷമായിരിക്കണമല്ലോ, അല്ലാതെ അവരോടൊന്നും സംസാരിക്കാൻ പോകുമ്പോഴുള്ള ശേഷി ശിവൻകുട്ടിക്കില്ല. കേന്ദ്രമായിട്ട് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ വേണ്ട വർത്തമാനം പറയാൻ. അപ്പൊ തീർച്ചയായിട്ടും ജോൺ ബ്രിട്ടാസ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ബ്രിട്ടാസും കൂടി അതിൽ പ്രതിയായി. മാത്രം ബ്രിട്ടാസ് പ്രതിയായി വന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പിണറായി വിജയനിലേക്ക് തന്നെ നേരിട്ട് PM ശ്രീ ഒപ്പുവെക്കാൻ തീരുമാനിച്ചത് പിണറായി വിജയനും ജോൺ ബ്രിട്ടാസും ഒക്കെ തന്നെയാണ് എന്ന് വന്നു. അതാണ് ഇപ്പോൾ ഇതിൽ വന്നൊരു ഗുണം. ശിവൻകുട്ടി അണ്ണൻ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ ആയിരുന്നു എല്ലാവരും കോർണർ ചെയ്ത്. അതിനൊന്നുള്ള ബുദ്ധി, ഒറ്റയ്ക്കൊരു കാര്യം പിണറായി വിജയൻ തീരുമാനിക്കാതെ ഒറ്റയ്ക്ക് തീരുമാനിക്കാന്നുള്ള ധൈര്യമോ ശേഷിയോ ശിവൻകുട്ടിക്ക് ഇല്ലല്ലോ. അപ്പൊ പിണറായി വിജയന്റെ ആസ്ഥാനത്ത് നിന്ന് തീരുമാനിച്ച് ജോൺ ബ്രിട്ടാസിലൂടെ നടപ്പാക്കിയ ഒരു പദ്ധതിയാണെന്ന് ക്ലിയർ ആയി. ഇപ്പോൾ അത് നന്നായി. അതാണിപ്പോ കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രസ്താവനയിൽ വന്നത്.